പെണ്ണെന്നും പൊന്നാണ് അവൾ നിന്നഴക് നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം. കൊപ്പം സ്വദേശി ലക്ഷ്മണൻ അറയൂർ മന രചിച്ച പുസ്തകം പുറത്തിറങ്ങി. മുഹമ്മദ് മുഹസിൻ MLA പ്രകാശനം നിർവഹിച്ചു. ലക്ഷ്മണൻ അറയൂർ മനയുടെ കുഞ്ചുവിൻ്റെ ഉപനയനങ്ങൾ എന്ന ആത്മകഥാ സമാഹാരമാണ് പുറത്തിറക്കിയത്. കൊപ്പം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA ചലച്ചിത്രതാരം ബീനാർ ചന്ദ്രന് പുസ്തകം നൽകിക്കൊണ്ടായിരുന്നു പ്രകാശനം നിർവഹിച്ചത്. ചില ആളുകളൊന്നും ആത്മകഥകൾ എഴുതാതെ പോയിട്ടുണ്ട്. പല ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ പട്ടാമ്പിയിലും പരിസരത്തും ഒക്കെ ആയിട്ട് സ്വാതന്ത്ര്യ സമരത്തിനും അതുപോലെ തന്നെ മറ്റു പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ ജീവിച്ച ഒരുപാട് ആളുകളുണ്ട്. അതിൽ വളരെ കുറഞ്ഞ ആളുകളുടെ ചരിത്രം നമുക്കറിയാം. അതും പൂർണ്ണമല്ല. ഇപ്പോ EPയുടെ ആണെങ്കിലും ചെറുകാടിന്റെ ആണെങ്കിലും മോണികുന്നത്തിന്റെ ആണെങ്കിലും ഒക്കെ നമുക്ക് കുറെയൊക്കെ അറിയാം. പക്ഷെ അറിയാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ മുമ്പിൽ നിന്ന് ജീവിതം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് മുന്നോട്ട് പോയ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരെയൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. ഇനി വരുന്ന ഒരു തലമുറക്ക് ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രം സ്വാതന്ത്ര്യ സമരത്തിനോ അതല്ലെങ്കിൽ ജാതീയതക്കെതിരായിട്ടോ ജന്മിത്വത്തിനെതിരായിട്ടോ ഒക്കെ വളരെ കുറച്ച് ആളുകൾ പോരാടിയിട്ടുണ്ടാവാം എന്ന് മാത്രം അറിയുന്ന തരത്തിലേക്ക് പോവുകയും അതിന്റെ പുറകിൽ വളരെ ശക്തമായി പ്രവർത്തിച്ച ചിലപ്പോൾ ഒരു ചരിത്രം എഴുതാനോ ആത്മകഥ എഴുതാനോ അല്ലെങ്കിൽ എഴുതുക എന്നതിനെ കുറിച്ച് ചിന്തിക്കാനോ കഴിയാത്ത ഒരുപാട് ആളുകൾ കടന്നുപോയിട്ടുണ്ട്. ശരിക്കും അവരുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ എഴുതേണ്ടതാണ്. അത്തരത്തിലുള്ള എഴുത്തുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുക കൂടുതൽ നമ്മുടെ പ്രാദേശിക ചരിത്രങ്ങളും അതുപോലെ ആത്മകഥകളും ഒക്കെ വരുമ്പോഴാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹാരിസ് പരുത്തിപ്പാറ അധ്യക്ഷനായിരുന്നു. ചിത്രകാരി ശ്രീജ പള്ളത്തെ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല ചടങ്ങിൽ അനുമോദിച്ചു. സാഹിത്യകാരൻ ആര്യൻ കണ്ണനൂർ, എഴുത്തുകാരി സഫൂറ അൻവർ, ജ്യോതി നാരായണൻ, EM ലക്ഷ്മണൻ, പ്രൊഫസർ C അബ്ദുൽ കരീം, AP ശശി, പുഷ്പലത മണ്ണേങ്കോട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.